2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾ പൂർണ്ണ പരാജയമെന്ന് ബെന്നി ബെഹനാൻ MP. സിംഗപ്പൂർ മോഡൽ എന്നായിരുന്നു 2020യുടെ വ്യാജ അവകാശവാദം. കോടാനുകോടി പ്ലാൻ ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്നും ഓഡിറ്റ് വിഭാഗം നൽകിയ വിവരങ്ങളിൽ ഇത് ലഭ്യമാണെന്നും ബെന്നി ബെഹനാൻ പറയുന്നു. മുഹ്സിന അസു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുഹ്സിന, ഇപ്പോൾ ബെന്നി ബെഹനാൻ പറയുന്ന ഒരു പരാമർശമാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്താണിത് സംഭവം? അമൃത, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് 2020ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ബെന്നി ബെഹനാൻ MP ആണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കൃത്യമായ രീതിയിൽ പ്ലാൻ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടില്ല, അതെല്ലാം തന്നെ ലാപ്സാക്കി കളഞ്ഞു എന്നുള്ള കാര്യങ്ങൾ രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം എറണാകുളം ജില്ലയിൽ 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. കിഴക്കമ്പലത്തിന് പുറമെ ഐക്യരനാട്, കുന്നത്തുനാട്, മഴുവന്നൂർ തുടങ്ങി 4 ഇടങ്ങളിലാണ് പഞ്ചായത്തുകൾ 2020 പിടിച്ചടക്കിയിരുന്നു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥലം ഇവിടെ നിലനിർത്താനുള്ള ശ്രമം വലിയ രീതിയിൽ 2020 നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും സിംഗപ്പൂർ മോഡൽ എന്നുള്ള രീതിയിൽ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആളുകളെ കബളിപ്പിക്കുകയാണ് 2020 ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് അവർ പറയുന്ന പ്രകാരം കോടാനുകോടി പ്ലാൻ ഫണ്ടുകൾ ലാപ്സാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ പഞ്ചായത്തിനും ഇത്തരത്തിലുള്ള പ്ലാൻ ഫണ്ടുകൾ നൽകുന്നത് അതിൻ്റെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ ഗതാഗതം, അതുപോലെ തന്നെ പൊതുജനാരോഗ്യം, അതുപോലെ പല കാര്യങ്ങൾക്ക് വികസന പദ്ധതികൾക്കൊക്കെ തന്നെ വിനിയോഗിക്കേണ്ട ഫണ്ടാണ് ഈ പറയുന്ന പ്ലാൻ ഫണ്ട്. അത് കേന്ദ്ര വിഹിതമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ അത് കൃത്യമായി ചെലവഴിക്കാതെ അത് ലാപ്സാക്കി എന്നുള്ള കാര്യമാണ്. അതൊക്കെ ആ ഫണ്ടുകളൊക്കെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ആളുകളെ കബളിപ്പിച്ചാണ് ഇത്തരത്തിൽ 2020 ഈ കാര്യം പറയുമ്പോൾ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ്, നീക്കിരിപ്പാണ് എന്നുള്ള രീതിയിലാണ് കബളിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. അവർ പറയുന്ന കണക്ക് പ്രകാരം 20 കോടിയോളം രൂപ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കുന്നത്തുനാട് പഞ്ചായത്ത് 5 വർഷം കൊണ്ട് 8 കോടിയിലധികം രൂപയാണ് ലാപ്സാക്കി കളഞ്ഞത് എന്നാണ് ആരോപണം. മഴുവന്നൂർ പഞ്ചായത്ത് 4 വർഷം കൊണ്ട് 12 കോടിയിലധികം രൂപ ലാപ്സാക്കി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുപോലെ തന്നെ ഐക്യരനാട് പഞ്ചായത്ത് 4 വർഷത്തിനിടെ 2.5 കോടിയിലധികം രൂപ പ്ലാൻ ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് എറണാകുളം ജില്ലയിൽ നമുക്കറിയാം മറ്റിടങ്ങളിൽ കൂടുതലും LDF, UDF മുന്നണികളാണ്, ഇരു മുന്നണികളാണ് കൂടുതലും ഭരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ മറ്റ് പാർട്ടികളെല്ലാം തന്നെ 2020 പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് 4 പഞ്ചായത്തുകളിൽ വലിയ രീതിയിലാണ് 2020യുടെ സ്വാധീനം ഉള്ളത്. നമുക്കറിയാം കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ മുഴുവൻ വാർഡിലും ഇത്തവണ 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു ചരിത്രം 2020ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ 2020 വേരുറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. അമൃത.